ഡയറ്റിംഗ് എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. ഡയറ്റിംഗ് എന്ന് വെച്ചാൽ ഭക്ഷണമേ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭക്ഷണം തീരെ കുറയ്ക്കുക എന്നുള്ളതാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ഡയറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം സാധാരണ നമ്മൾ എത്ര കഴിക്കുന്നു ആ ഭക്ഷണം തന്നെ കഴിക്കണം. പക്ഷേ അതിൽ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് അന്നജം, നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണങ്ങൾ, ഗോതമ്പ്, ബേക്കറി പലഹാരങ്ങൾ, പിന്നെ ഈ സ്വീറ്റ്സ്, അതുപോലെ തന്നെ കപ്പ, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കുറച്ചിട്ട്, അതായത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ 100% എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 30% മാത്രം ഈ ഭക്ഷണങ്ങൾ കഴിക്കുകയും ബാക്കിയുള്ളതിലൊരു 40% പ്രോട്ടീൻസ് എന്ന് പറയും, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും ആവശ്യമായ ഘടകമായ പ്രോട്ടീൻസ് അത് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളായ മുട്ട കഴിക്കുക, ഇറച്ചി കഴിക്കാം, പിന്നെ ഈ പയറുവർഗ്ഗങ്ങൾ, കടല വർഗ്ഗങ്ങൾ, ഇതൊക്കെ 40% കൂടുതൽ ഉൾപ്പെടുത്തുകയും അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഭാഗം പച്ചക്കറികളായും പഴങ്ങളായും, അതുപോലെ തന്നെ നട്ട്സ് എന്ന് വെച്ചാൽ കശുവണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടും കൂടി 100% ആക്കിയിട്ട് ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷണം അത്രയും ഒരു ദിവസം നമ്മൾ കഴിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സമീകൃത ആഹാരം നമ്മുടെ ശരീരത്തിൽ കിട്ടുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ ഡയറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ വൈറ്റമിൻ അബ്സോർപ്ഷൻ ടാബ്ലറ്റ്സ് എന്ന് പറയും. വൈറ്റമിൻ ടാബ്ലറ്റ്സ് അല്ല, വൈറ്റമിൻ അബ്സോർപ്ഷൻ ടാബ്ലറ്റ്, അതായത് ഈ വൈറ്റമിൻ അബ്സോർപ്ഷൻ ടാബ്ലറ്റ് കൊടുക്കുന്നതിലൂടെ വൈറ്റമിൻസ് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ ശരീരം ആഗിരണം ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ടാബ്ലറ്റ് അത് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ടാബ്ലറ്റും കഴിച്ചുകൊണ്ട് മാത്രമേ ഡയറ്റിംഗ് ചെയ്യാനും പാടുള്ളൂ. ഡയറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ, അതായത് ഭക്ഷണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, അല്ലാതെ ഒരിക്കലും എല്ലാം ഒഴിവാക്കരുത്. കാർബോഹൈഡ്രേറ്റ്സ് ആയാലും പ്രോട്ടീൻസ് ആയാലും ഒരു കാര്യങ്ങളും ഒഴിവാക്കാതെ അത് ഈ പറഞ്ഞ പ്രപ്പോർഷൻ വെച്ച് കഴിച്ചുകൊണ്ട് ശരീരത്തിന് കൂടുതൽ ബലമാക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ ഈ ഡയറ്റ് ചെയ്യുന്നവർ നിർബന്ധമായും എക്സസൈസ് ചെയ്തിരിക്കണം. എക്സസൈസ് ചെയ്തില്ലെങ്കിൽ മസിൽസിൻ്റെ വേസ്റ്റിംഗ് നടക്കും. കാരണം മസിൽസ് വേസ്റ്റിങ്ങിന് കൂടുതൽ സാധ്യതയുള്ളത് ഈ പ്രോട്ടീൻസ് കൂടുതൽ കഴിക്കാതിരിക്കുമ്പോഴും, അതുകൊണ്ട് തന്നെ പ്രോട്ടീൻസ് കൂടുതൽ കഴിക്കുകയും അതോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമാക്കാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു.